ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് ബാറ്ററി എടുക്കാൻ പോണേ. ഓക്കെ, ബാറ്ററി പോസാക്കി വെച്ചാൽ നിങ്ങളിതല്ലേ ബാറ്ററി കൂടുമ്പോൾ സ്പാൻഡർ തമ്മിൽ തട്ടാൻ നോക്കണം കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ മൊത്തം തീയുമ്പോൾ വരും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈക്കൊന്നുമില്ല, അതുകൊണ്ട് ഇത്തിരി ശബ്ദം കുറവ്. ആദ്യം നെഗറ്റീവ് ആദ്യം അഴിച്ചെടുക്കുക, അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് അഴിച്ചെടുക്കുക. നിങ്ങൾ ആദ്യം പോയിട്ട് പോസിറ്റീവ് അഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴും തീയുമ്പോൾ വരും. അറിയാൻ പാടില്ലാത്ത ആൾക്കാരോടാണ് കേട്ടോ. ലേഡീസൊക്കെ ഉണ്ടാവില്ല, ലേഡീസിന് വേണ്ടിയിട്ട് പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇപ്പോൾ സെന്നിൻ്റെ അടുത്തെത്തി. നമ്മളതിൽ നിന്ന് ബാറ്ററി എടുത്തിലേക്ക് കണ്ട. അപ്പോൾ പോസിറ്റീവ് കണക്ട് ചെയ്യണം. ഫസ്റ്റ് പോസിറ്റീവ് കണക്ട് ചെയ്യണം, എന്നിട്ട് നെഗറ്റീവ് ലാസ്റ്റ് കൊടുക്കാവുള്ളൂ. ഓക്കെ, നമുക്കിനി വണ്ടി ഒരു 2-3 മാസം കൊണ്ടായിട്ട് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ ബാറ്ററി എടുത്തിട്ട് വരണം, കാരണം ഇത് വർക്ക്ഷോപ്പിൽ കിടക്കാൻ പോണല്ലേ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടെർമിനൽ കൊടുക്കാം, ലാസ്റ്റ് ഇപ്പോൾ കൊടുക്കണം. ഇതൊക്കെ ത്രെഡ് പോയി കിടക്കാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ അമൃതയുടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കണം. പാച്ച് വർക്ക് കഴിഞ്ഞിട്ട് ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. പാച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് കിടന്നതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് സ്ക്രബ് ചെയ്ത് പെയിൻ്റ് അടിക്കണം. പെയിൻറ്റ് എന്ത് കളർ വേണം എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാനിങ്ങനെ പല മൈൻഡിലായിട്ടിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ടൈറ്റാക്കി വെക്കണം. ഇതിന് ബെൽറ്റൊന്നും ഇല്ല, ബെൽറ്റൊക്കെ പോയി. മോട്ടർ ജാമാണോ അല്ലെന്നൊന്നും അറിയില്ല, കാരണം കുറേ നാളായി കിടക്കണേ. 4 മാസമായിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ കിടക്കാണ്ട് ഒരു കൊല്ലമായി. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങളിങ്ങനെ സ്റ്റാർട്ടാക്കുമ്പോഴേ ഫസ്റ്റ് പെട്രോള് വരുന്ന സമയത്ത് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളുണ്ടാകുന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കും. ഇല്ല. അപ്പോൾ റോളിംഗ് അല്ലേ? അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഒറ്റ സ്ഥലത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ജാമായിട്ടൊന്നുമില്ല, കാരണം മഴയും വെയിലും കൊണ്ട് നമ്മൾ കിടക്കണമല്ലോ. എഞ്ചിനൊക്കെ സാധനമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പണികളുണ്ട്, എഞ്ചിൻ മൗണ്ടിങ്, അങ്ങനെ കുറച്ച് പണികളൊക്കെ റെഡിയാകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ ഇന്നിപ്പോൾ 2ാം ദിവസം ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. നമ്മുടെ മെയിൻ പണിക്കാരൻ ഇന്ന് ലീവാണ്. ഇവിടെ ഇതേ കിടക്കുന്നത്. വലിയ വർക്ക്ഷോപ്പാണ്, ഒരുപാട് വണ്ടികൾ വേറെ പോകാൻ കിടക്കുന്നുണ്ട്. പണി പെൻഡിങ് ആയാലും പണി കഴിഞ്ഞൊക്കെ വണ്ടികളൊക്കെ. അപ്പം എന്താണ് പ്രീമിയം വണ്ടിയൊക്കെ പണിയുന്ന വർഷം ഉണ്ടോ? വലിയ വണ്ടികളൊക്കെ ഒരു ഓടി ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാ ടൈപ്പും വണ്ടി പണി, ഹാർട്ട്സ് എത്താത്ത വണ്ടികൾ എല്ലാം പണിയുന്നു. നമുക്ക് പോവാം. മാത്രമല്ല
പവർ സ്റ്റിയറിംഗ് എല്ലാം പക്കാണ്, പക്ക വർക്കിംഗ്. അതെ, ഒറ്റ കയ്യിൽ ഓക്കെ. ഞാൻ ഇപ്പോൾ കംപ്രസർ എടുത്തിട്ടുണ്ട്. കംപ്രസർ ഓണാ ഒരു സെക്കൻഡ് ആണോ? ഇപ്പോൾ കംപ്രസറിൽ നിന്ന് വിട്ട് ഇനി പ്രസ് ചെയ്യണേ ആണോ? എക്സ്ട്രാ ഒരു പുള്ളിക്ക് വരും അവിടെ അങ്ങോട്ട് ഇരിക്കും. എന്തെങ്കിലും പറയണ്ട. ആ ആ അതൊക്കെ സ്റ്റാൻഡ് ബെൽറ്റിൻ്റെ എന്തെങ്കിലും ഓക്കെ സാറേ. ആ സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പം ഇതിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങളിപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ അന്ന് ചെയ്ത വീഡിയോ. അതായത് ഈ വീഡിയോ തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന ആ ഒരു ഇതിന് ശേഷം നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതാണ്ട് വണ്ടിയുടെ അവസ്ഥ. ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്പ് ഒന്ന് മാറിയായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ അവിടുത്തെ പണിക്കാരൻ പോയിട്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക് വണ്ടി വളരെ അത്യാവശ്യമായതുകൊണ്ട് വർക്ക്ഷോപ്പ് ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ പെയിൻറ്റ് സാധനങ്ങളെല്ലാം കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഡെൻറ്റ് പാച്ച് ഉണ്ട്. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ട് എഞ്ചിനൊന്നും ഉണ്ട് ഇതിൻ്റെ അത്. എഞ്ചിനൊക്കെ ഇറക്കിയില്ല പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. ടയറുണ്ട്. ബോർഡ് വെച്ചിട്ട് ഇല്ല ഇറക്കിയേക്കാം. സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രോഗ്രസ് ഈ ഒരു കണ്ടീഷനിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞ സ്പോട്ട് പുട്ടി അടിച്ചിട്ടേക്കാണ്. അതിന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡെൻറ്റ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ റണ്ണിങ് ബോർഡ് ഒരു സൈഡ് റണ്ണിങ് ബോർഡ് റീപ്ലേസ് ചെയ്തായിരുന്നു. പിന്നെ അകത്ത് പ്ലാറ്റ്ഫോം റീപ്ലേസ് ചെയ്തായിരുന്നു കോ ഡ്രൈവറിൻ്റെ ആ ഭാഗത്തൊക്കെ. അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ എഞ്ചിനൊക്കെ നേരത്തെ ഇറക്കി. ഇപ്പോൾ ഇതിനകത്ത് എഞ്ചിനൊന്നുമില്ല. പിന്നെ ബമ്പർ അഴിച്ചാണ് ഇപ്പോൾ ലെവലിങ്ങിന് വേണ്ടിയിട്ട് രണ്ടാമത് വെറുതെ വെച്ചേക്കാണ് കേട്ടോ ബമ്പർ കാര്യങ്ങളൊക്കെ. ഓൾ ഓവർ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ ഇതാണ്. അപ്പം വൈകാണ്ട് നമുക്ക് ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഹെഡ് ലാമ്പ് ടൈം ലാമ്പ് ഇല്ല, ഹെഡ് ലാമ്പ് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മേടിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിവിടെ കൊണ്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ലെവലിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ജെന്നെന്ന് എഴുതിയാണ് ഇനി ഫ്രണ്ടിൽ ലോഗോ, ഇതിൽ ഫുൾ ലെറ്റർ ഇല്ല, അതൊന്ന് ശരിയാക്കണം. പിന്നെ അത് സീറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ബാക്കിലില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ അടുത്ത ക്ലിപ്പിങ്സിലുണ്ടാവും.